ആങ്സൈറ്റി ഡിസോർഡറിനെ 5 തരംതിരിച്ചിരിക്കുന്നു. 1 ഫോബിക് ഡിസോർഡർ, 2 പാനിക് ഡിസോർഡർ, 3 ജനറലൈസ്ഡ് ഡിസോർഡർ, 4 ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ, 5 സ്ട്രെസ് ഡിസോർഡർ. ഇതിലെ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി കാണപ്പെടുന്ന ഡിസോർഡറാണ് ആങ്സൈറ്റി ഡിസോർഡറാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ അഥവാ GAD. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ നിയന്ത്രിക്കാനാവാത്ത ചിന്തകളാണ് ഇതിൻ്റെ ആധാരം. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചാലും നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. ശാരീരികമായ ലക്ഷണങ്ങൾ ഉറക്കമില്ലായ്മ, ശരീരവേദന, ഭയങ്കര ദേഷ്യം, മനസ്സ് ശൂന്യമാവുന്ന അവസ്ഥ, വിയർപ്പ്, ഓക്കാനം, ശ്വാസതടസ്സം ഇതൊക്കെയാണ്. സാമൂഹികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ജോലിയിൽ മടുപ്പ് തോന്നുക, 2 കുട്ടികളിലാണെങ്കിൽ ആങ്ഷ്യസ് ആയിരിക്കും, ചിലർ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ചിലർ ഹോംവർക്ക് ടൈം എടുത്ത് ആയിരിക്കും ചെയ്യുന്നത്, ചെയ്ത് ശരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. 3ാമതായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് അസുഖമാണെന്ന് പറയും കുട്ടികൾ. ബയോളജിക്കലായിട്ടുള്ള കോസസ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തേത് പാരമ്പര്യമായിരിക്കാം, 2ാമത്തേത് ബ്രെയിനിലെ രാസപ്രവർത്തനങ്ങളിലെ തകരാറായിരിക്കാം. ഇതാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ.